ഇതുപോലെ ഒരു 6 മാസം മുമ്പ് ഒരാൾ ഒറ്റയ്ക്കാണ് പുള്ളി പോയത്. പുള്ളി ഇതേവരെ പിന്നെ കിട്ടിയിട്ടില്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. വേണ്ട, ആ കാണുന്ന മലയൊക്കെ കയറി വേണം വരാനായിട്ട്. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ആ ചേട്ടൻ പോയി ഇറങ്ങി ഇവിടെ മൊത്തം വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇറങ്ങിയാൽ മതി, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കും. അതായത് മഴക്കാലത്ത് വെള്ളം ഒഴുകുമ്പോൾ ചെറിയ കല്ലുകൾ കൊണ്ട് തടയും, അത് റൗണ്ട് ആയിട്ട് ഇങ്ങനെ കറങ്ങി കാപ്പിയൊക്കെ ചേട്ടൻ സെറ്റാക്കി തന്നു കേട്ടോ. ഇതില് ഒരു മോഴയും 2-3 കുട്ടിക്കൊമ്പന്മാരും ഉണ്ട് കേട്ടോ. കാണാൻ പറ്റും ഇതുങ്ങളുടെ ആ ഒരു കളിയും ആ ഒരു ഒച്ചവും. ഇതിനടിയിലെ കല്ലുകൾ മാറ്റി ഈ ഉറവേന്ന് വരുന്ന വെള്ളം കുടിച്ചു. നമ്മൾ രാവിലെ തന്നെ ആനക്കുളത്തുനിന്ന് ഒരു ഓഫ് റോഡ് പോവാണ്. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പം ഇവിടുന്ന് ഓഫ് റോഡ് അടിച്ച് ആ കാണുന്ന മലയൊക്കെ കയറി വേണം വരാനായിട്ട്. ഇത് ആനക്കുളത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തുടങ്ങാൻ പോവാ. ചേട്ടാ പേരെങ്ങനെ? ശരി. ചേട്ടൻ പാമ്പാടിയിലാണ്. ഇവിടുത്തെ പാമ്പാടി ജോലി ചെയ്യുന്നത്. സീസൺ അനുസരിച്ച് ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു ചേട്ടൻ. ഈ വണ്ടിയാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. 79 മോഡലാ. ഇത് കോട്ടയം കളക്ടറേറ്റിൽ നിന്ന് ചേട്ടൻ ലേലം പിടിച്ചെടുത്ത വണ്ടിയാ. എന്നിട്ട് പണി ഞാൻ ഇതുണ്ടോ 4x4. നമ്മളെക്കാളും പ്രായമുണ്ട്. ഇതൊരു മുതലാ. നമ്മൾ ഇവിടുന്ന വനം കയറുന്നത്, അതായത് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ തന്നെ. ഈ പ്രദേശങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എപ്പോഴും ആനയെ കാണാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ട് 2 സൈഡും ഈറ്റ നിറഞ്ഞു നിൽക്കുക. ഇന്നലെ വൈകിട്ടൊക്കെ ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആന പോകുന്ന വഴികളാണ്. ആനിലിയാന്ന് തോന്നുന്നു കിടക്കുന്നല്ലേ. ചേട്ടൻ കുട്ടി ഗിയർ ഇട്ടിട്ടുണ്ട്. ഇനിയാണ് കളികളെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇങ്ങനത്തെ വഴി കയറി. പക്ഷെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ. നമ്മളിവിടെ നിർത്താനായിട്ട്. അപ്പം നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ആ ചേട്ടൻ പോയി ഇറങ്ങി ഇവിടെ മൊത്തം വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇറങ്ങിയാൽ മതി, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഉണ്ടോ? ആനപ്പിണ്ണം കിടപ്പുണ്ട് ഇവിടെ. ആന ഇറങ്ങുന്ന സ്ഥലമാണ്.
ദാനത്താരയായി കാണുന്നത്. ഇത് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നല്ലേ? ഫ്രഷ് ആനപ്പുണ്ടോ? ഇത് ആഹാ, ഇത് കുത്തി പൊട്ടിക്കുന്ന കള്ളിപ്പാറത്തോട്. ഇത് നിറച്ചിട്ടേ മുട്ടുണ്ടോ? ഇത് മുട്ടുണ്ടോ? ഈറ്റ ഈറ ഈറ്റയുടെ മുട്ടുകൊണ്ട് ഇതിനകത്ത് നിറച്ച ശേഷം ഇത് അടച്ചു വെക്കും. ഇത് അടച്ചു വെച്ചിട്ട് തീയില്ലേ, തീ ഇട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ പൊളിച്ച് കറക്റ്റ് എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ സൂപ്പർ സാധനം. പിന്നെ ഇത് കഴിച്ചാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ ഇത് മാത്രം അത്ര ടേസ്റ്റാ. അതായത് മഴക്കാലത്ത് വെള്ളം ഒഴുകുമ്പോൾ ചെറിയ കല്ലുകൾ കൊണ്ട് തടയും. അത് റൗണ്ട് ആയിട്ട് ഇങ്ങനെ കറങ്ങി ഉണ്ടാകുന്ന കുഴികളാണ്. ഈ വെള്ളം ഇങ്ങനെ കിടക്കും. ഈ വെള്ളം ഈ കഴിഞ്ഞ മഴക്കാലത്തെ വെള്ളമാണ്. ഈ മാറിയിട്ട് നമ്മൾ നല്ല വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ടാങ്ക് പോലാണ്, വീട്ടിൽ ടാങ്ക് പോലാണ്. കള്ളിപ്പാറത്തോട് അത് ശരിക്കും ഒരു തമിഴ്ചകളാണ്, ആദിവാസികളാണ് ഇതെല്ലാം പേരിട്ടത്. അപ്പൊ അതിന്റെ കോഴിയാള കോഴികളെന്ന് വെച്ചാൽ അന്ന് ഉള്ളിലൊരു ഗുഹയുണ്ട്. നമ്മൾ ആ വഴിക്ക് പോകുന്നുണ്ടോ? നമ്മൾ പോകാൻ പറ്റില്ല. ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ? കയ്യോ ഏലകൃഷി ഉണ്ടോ? ഫുള്ള് ഈ ഭാഗങ്ങള് ഫുള്ള് ഏലം കൃഷിയാണ്. ട്രൈബൽസിന്റെ ഫുള്ള് കൃഷിയിടങ്ങളാണ് ഈ കാണുന്ന ഫുള്ള് സ്ഥലങ്ങൾ. ഇത് കാപ്പിത്തോട്ടവും ഏലത്തോട്ടവും കൂടെ ഒരുമിച്ചല്ലേ? ഇത് സർക്കാർ വെച്ചുകൊടുത്തു വീട്. ഇത് ഗവൺമെന്റ് വെച്ചുകൊടുത്ത വീടുകളോ അല്ലെ? ഏർമാടോ? ഇതുണ്ടോ? ജാതിത്തോട്ടവും ഒക്കെ ഉണ്ട് ഇതിനകത്തോട്ട്. ജാതിയുണ്ട്, ഇവിടെ പ്ലാവൊക്കെ വെച്ച് നട്ടു വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ? ഇത് ഫുള്ള് കൃഷിയിടങ്ങളാ. തമിഴ്ക്കാർ പറയുമ്പോ പരയെ നമുക്ക് അറിയുള്ളൂ. തമിഴാണ് നമുക്ക് മുഖ്യം. വനത്തിനുള്ളില് നമ്മൾ അവിടെ 20 ദിവസം കേട്ടോ കട ആണല്ലേ. അപ്പൊ ഇനി ഇവര് വരുമ്പോ ഞാനൊക്കെ പോകുമ്പോ ഇവിടെ കാടി പിടിക്കുന്നുണ്ട്. ഇവിടെ
ഇവരിത് കൊണ്ട് അവിടെ ചന്തയെ കൊണ്ട് വിൽക്കും. ആ ഇത് കപ്പ വാട്ടാൻ ഇട്ടേക്കും അല്ലേ? ഈ സാധനം എന്താ പറയാ? ആ ഇത് മറ്റേ സാധനമല്ലേ പൊട്ടിക്കുന്നേ? പന്നി കൂടിക്കാനായിട്ട്. ഇത് മറ്റേ ഒരു സംഭവം ഇതിന്റെ അകത്ത് ഇട്ടിട്ട് പൊട്ടിക്കുമല്ലേ? നമുക്ക് കാപ്പിയൊക്കെ ചേട്ടൻ സെറ്റാക്കി തന്നു കേട്ടാ. കട്ടൻ ചായ എടുത്തോ അജയ. ഒരു രാത്രി ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് രാത്രി ടോർച്ചൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? ഇവരിങ്ങനെ ഒരു 8-10 പേര് ഇവിടെ ഉണ്ട്. മറ്റേ ഈ ഗ്യാസ് വെള്ളമൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കാർബൺ അല്ലേ? ചായ കുടിച്ചു. ആ വഴി നമ്മള് ലൈറ്റർ കൊണ്ട് അടിക്കുമല്ലോ. ലൈറ്റർ ഞെക്കുവോ? ലൈറ്റർ നമ്മള് തീ കത്തിക്കാൻ ഞെക്കത്തില്ലേ? ാണ് 3 കുടുംബങ്ങളുമായിട്ടാണ് കോഴികൾപ്പടി വരുന്നത്. അന്ന് വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വെട്ടുമുടിയിൽ നിന്നാണ്, അതായത് മൂന്നാറ് വെട്ടുമുടിയിൽ നിന്ന് തലച്ചുമടായിട്ട് ആഹാര സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിച്ചത്. അതിനുശേഷം കല്ലാട് വഴിയായി, കല്ലാട് വഴിയിൽ നിന്ന് പിന്നെ മാങ്ങളം വഴിയായി, ഇപ്പോൾ പുരോഗമനമായി. ഇന്ന് ഏകദേശം 80ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ശേഷം ഇപ്പം ഈ 2024 ഈ പോകുന്ന ആളുകളെ കണ്ടോ? ഇവർ ഏകദേശം ഒരു 5-6 പേരുണ്ട്. ഇവർ ഈ കാടിനകത്ത് താമസിക്കുന്ന ട്രൈബൽസാണ്. ഇവർ 10-40 കുടുംബാംഗങ്ങൾ ഈ കാടിനകത്ത് താമസിക്കുന്നുണ്ട്. ഇവർ രാവിലെ ജോലിക്ക് നമ്മുടെ ഇവിടെ വരും. അതുപോലെ തന്നെ വൈകിട്ടാകുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇവിടുന്ന് രാത്രി കാട് കയറിയാണ് പോകുന്നത്. ഇതുപോലെ ഒരു 6 മാസം മുമ്പ് ഒരാൾ ഒറ്റയ്ക്കാണ് പുള്ളി പോയത്. പുള്ളി ഇതേവരെ പിന്നെ കിട്ടിയിട്ടില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. ഇവർ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആനക്കൂട്ടങ്ങൾ ഇറങ്ങി വന്നു. വീട്ടിൽ ചെല്ലണമെങ്കിൽ 4 മണിക്കൂർ ഈ കാട്ടിൽ കൂടെ യാത്ര ചെയ്തിട്ട് പുള്ളി കയറുന്നതാണ്. 15 മണിക്കൂർ അവരോട് സംസാരിച്ച പുള്ളി പറഞ്ഞതാ 4 മണിക്കൂറെങ്കിലും മിനിമം എടുക്കും ഈ പുള്ളിക്കാരൻ അവരുടെ വീട്ടിലെത്തണമെങ്കിൽ ഈ പോകുന്ന പോക്ക്. ആനക്കുളത്ത് വന്നിട്ട് ആനയെ കണ്ടില്ലേ വളരെ മോശമായി പോകത്തില്ലേ? നമ്മൾ എന്തായാലും അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മേളിൽ കടകളുണ്ട്. അപ്പോൾ കടകളിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോൾ ആന കൂട്ടങ്ങൾ ഇറങ്ങി വന്നു. അപ്പം ഈ നമ്മൾ വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ്. ഇതിന് പുറമെ ആനകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അകത്തുനിന്ന് കാടുകളിൽ നിന്ന് ചിഹ്നം വിളിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാം കേട്ടോ. അടുത്തിറങ്ങി വന്ന കേട്ടോ കാടിനകത്തുനിന്ന് ഒരു തള്ളയും കുട്ടിയും. ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു, കാരണം കാടിനകത്തുനിന്ന് ഇനിയും പിന്നെയും ചിഹ്നം വിളികൾ ഞങ്ങൾ കേൾക്കുന്നു. അതിന്റെ കൂടെ ഒരു കുട്ടിയുണ്ട്. തീരെ ചെറുതാട്ടാ, ഭയങ്കര പൊടിയാ.
അത് വന്നില്ലല്ലോ. ഇത് വലിയ സാധനം വരില്ല. പകുതി ആൾക്കാരല്ലേ നമ്മൾ എല്ലാവരും പോയല്ലേ, നമ്മൾ മാത്രമേ വൃത്തിയേട് തിരിച്ചു പോകാൻ പോയി. ഇത് കുടിച്ചാൽ ഓൾറെഡി അത് വേറെ അവിടെ കുടിച്ചു അവന്റെ കുടിച്ച് കുറെ കുട്ടികളുടെ വേറെ സാധനം വരുന്നുണ്ട് കേട്ടോ. സൗണ്ട് വരുന്നുണ്ടോ? 15 കുട്ടികളെ കൂടി പോയി ദാണ്ട വരുന്നുണ്ട്. ദാണ്ട വരുന്നു. 1 2 ലൈറ്റ് അടിക്കണേ. സോറി അറിയില്ല. എടുക്കാൻ പാടില്ല. പതിനെട്ടെണ്ണം മൊത്തം. ഇപ്പൊ ഇവിടെ കാണാൻ പറ്റില്ല. ഇത് നോക്കിയടാ. കൂട്ടത്തില് ഒരു മോഴയും 2-3 കുട്ടിക്കൊമ്പന്മാരും ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് കുറെ ഫോറിൻ ടീംസ് വന്നെ, അവരൊക്കെ പോയി. ഞങ്ങള് വരുമ്പത്തേനും ഇവിടെ കുറെ ഫോറിനേഴ്സും ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളോട് ഇവര് പറഞ്ഞായിരുന്നു 9 മണി കഴിഞ്ഞിട്ടാ വരത്തുള്ളൂ. റൂം എടുത്ത് എല്ലാം സെറ്റ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങളിവിടെ മേലെ റൂം എടുത്തു. ഞങ്ങൾ ആദ്യം ഓൾറെഡി വന്നായിരുന്നു. ഒരു 7:30 ആയെന്ന് തോന്നുന്നു. ആ ടൈമിൽ ഇവിടെ വന്നു. അതിനിപ്പോ ആന ഇല്ല. അതിപ്പോ അതിന് മുമ്പേ ഞങ്ങളോട് പറഞ്ഞു ഒരെണ്ണം വന്നിട്ട് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു. വന്ന് ബാച്ചായിട്ട് നിൽക്കും. 1 2 3 കൊമ്പ ഉണ്ടല്ലേ. ശരിയായിട്ടുള്ള കൊമ്പന്മാരുണ്ട്. ആള് കോട്ടയം. നമ്മൾ നിൽക്കുന്നത് ഇടുക്കിയിലും എറണാകുളത്ത്. ആ കല്ലാണ് പോകുന്നത്. ഇടുക്കി എറണാകുളത്തിന്റെ പോകുന്നത്. ഇവിടെ ഒരു കല്ലുണ്ടോ? ആ കല്ല് കഴിഞ്ഞാൽ അപ്പുറത്ത് എറണാകുളത്ത്. ആ കല്ല് മറ്റവനവിടെ കിറിഞ്ചിരിക്കുവാന്ന് തോന്നുന്നു. ഈ ആനക്കൂട്ടങ്ങളെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അതായത് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതുങ്ങളുടെ ആ ഒരു കളിയും ആ ഒരു ഒച്ചവെപ്പും കാര്യങ്ങളും ഒരു പ്രത്യേക രസമാണ്. ഈ ആനയൊന്ന് ശ്രദ്ധിച്ച് ഇതിൻ്റെ കാല് ഇങ്ങനെ വെച്ച് തപ്പി നോക്കുന്നുണ്ടോ. ഇതിനടിയിലെ കല്ലുകൾ മാറ്റി ഈ ഉറവേന്ന് വരുന്ന വെള്ളം കുടിച്ചിട്ട് അതുപോലെ തന്നെ ഈ കല്ലെടുത്ത് ഇതുങ്ങളത് മൂടി വെക്കും. നമുക്ക് രാവിലെ അവിടെ ചെന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഉറവ് വരുന്നുണ്ട്. ഇതിൻ്റെ കാലിനടിയിൽ ഒരു ചെറിയൊരു കുട്ടിയും കൂടെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇവിടുന്ന് നാട്ടുകാർ പറഞ്ഞു തന്നാൽ. ഇതുപോലെ തന്നെ ഇത് പഴയ പോലെ തന്നെ ഈ കല്ല് വെച്ചിട്ടാണ് ഇതുങ്ങൾ തിരിച്ച് കയറിപ്പോകുന്നതെന്ന്.
വെള്ളം കിട്ടി എന്നോട്. നമ്മൾ തലേന്ന് ഇവിടെയാണ് ആനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാൻ വന്നത് കണ്ടത്. അപ്പോൾ ഇന്ന് നോക്കിയേ, നിങ്ങൾ ആ കല്ലുകളെല്ലാം വെച്ചിട്ട് ഇപ്പം ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ട് ഉറവ് വരും. അത് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇത് അത് പഴയ പോലെ തന്നെ വെച്ചിട്ടാണ് ഇതുങ്ങൾ കയറി പോകുന്നത്. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഈ പുഴയുടെ തീരത്ത് വെള്ളം കുടിക്കാനായിട്ട് വരത്തുള്ളൂ. അപ്പുറത്തെ വശത്തോ ഇപ്പുറത്തെ വശങ്ങളിലോ ഒന്നും ഇറങ്ങത്തില്ല. ഇത് എന്താണ് ഇതെന്നുള്ളത് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറഞ്ഞത്. കാരണം ഒത്തിരി ഗവേഷകരൊക്കെ വന്ന് ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ.